ഗണ്ടിക്കോട്ടയെന്ന മഹാവിസ്മയം കാണാൻ ഞാൻ സഹയാത്രികർക്കൊപ്പം ഇപ്പോൾ ഗണ്ടിക്കോട്ടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗണ്ടിക്കോട്ടയുടെ സമ്പന്നവും ആകർഷകവുമായ ചരിത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഏതാണ്ട് 3 മണിക്കൂർ നീണ്ട ബസ് യാത്രയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഗണ്ടിക്കോട്ടയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒത്തിരിയേറെ പ്രതീക്ഷകളോടും ഒത്തിരിയേറെ വിസ്മയ കാഴ്ചകൾ കാണാനുള്ള ആവേശത്തോടും കൂടിയാണ് സഹയാത്രികരും ഞാനും ഇപ്പോൾ ഗണ്ടിക്കോട്ടയുടെ പ്രവേശന കവാടത്തിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഗണ്ടിക്കോട്ടയുടെ പ്രവേശന കവാടത്തിലേക്ക് സഹയാത്രികർക്കൊപ്പം നടന്ന് നീങ്ങുമ്പോൾ ഗണ്ടിക്കോട്ടയുടെ ചരിത്രവും യുദ്ധങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും പൈതൃക ഭൂമിയും ഒക്കെയായി ഗണ്ടിക്കോട്ട മാറിയതിൻ്റെയും ഓർമ്മകളാണ് എൻ്റെ മനസ്സിലേക്ക് തികട്ടി വരിക. ഏകദേശം 1000-ഓളം വർഷത്തെ പഴക്കമുള്ള വലിയ ഭരണാധികാര കൈമാറ്റങ്ങൾക്കും യുദ്ധങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു ചരിത്രമാണ് ഈ മനോഹരമായ ഗണ്ടിക്കോട്ടയ്ക്കുള്ളത്. പെണ്ണാർ നദിയുടെ തീരത്തുള്ള ഈ മലയിടുക്കിൻ്റെ പ്രകൃതിദത്തമായ സുരക്ഷ തന്നെയാണ് എല്ലാ കാലത്തും ഭരണാധികാരികളെ ഇങ്ങോട്ട് ആകർഷിച്ച പ്രധാന ഘടകവും. ക്രിസ്തുവർഷം 1123 ബൊമ്മനപ്പള്ളിയിലെ ഒരു പ്രാദേശിക ഭരണാധികാരിയായിരുന്ന കാപ്പ രാജാവ് ആണ് ഇവിടെ ആദ്യമായി ഒരു ചെറിയ മൺകോട്ട നിർമ്മിക്കുന്നത് എന്നതാണ് ചരിത്രം. കാക്കതീയ രാജവംശത്തിന് കീഴിലായിരുന്നു അന്ന് ഈ പ്രദേശം. ഈ പ്രദേശത്ത് പെണ്ണാർ നദി തീർത്ത വലിയ മലയിടുക്ക്, തെലുങ്കിൽ ഗണ്ടി എന്നാൽ മലയിടുക്ക്, കോട്ട എന്നൊക്കെയാണ് അർത്ഥം. അതുകൊണ്ടാണ് ഇതിന് ഗണ്ടിക്കോട്ട എന്ന പേര് ലഭിച്ചത് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഗണ്ടിക്കോട്ടയുടെ സുവർണ കാലഘട്ടം ആരംഭിക്കുന്നത് പ്രശസ്തമായ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ്. വിജയനഗര രാജാക്കന്മാർ ഈ പ്രദേശം ഭരിക്കാൻ പെമ്മസാനി നായകർ എന്ന പ്രവിശ്യ ഭരണാധികാരികളെ ചുമതലപ്പെടുത്തുകയുണ്ടായി. പെമ്മസാമി നായകർ ഏകദേശം 300 വർഷത്തിലധികം ഗണ്ടിക്കോട്ട കേന്ദ്രീകരിച്ച് ഭരണം നടത്തുകയുണ്ടായി. അവരുടെ കാലത്താണ് പഴയ മൺകോട്ടയെ മാറ്റി ശത്രുക്കൾക്ക് തകർക്കാൻ കഴിയാത്ത വമ്പൻ ചുവന്ന കരിങ്കൽ മതിലുകളുള്ള ഇന്നത്തെ കോട്ടയായി ഇതിനെ മാറ്റിയത്. കോട്ടയ്ക്കുള്ളിലെ മനോഹരമായ മാധവരായ ക്ഷേത്രവും നിർമ്മിക്കപ്പെട്ടത് ഈ കാലത്താണ് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുക. ഇക്കാലത്ത് ഇതൊരു അജയ്യമായ പ്രതിരോധ കോട്ടയായി മാറുകയുണ്ടായി. ക്രിസ്തുവർഷം 1650 ഗോൽക്കൊണ്ട സുൽത്താൻ്റെ പ്രശസ്തനായ ജനറൽ മീർ ജുംല വലിയൊരു സൈന്യവുമായി വന്ന് ഗണ്ടിക്കോട്ട ആക്രമിച്ചു. അന്നത്തെ പെമ്മസാനി ഭരണാധികാരിയായിരുന്ന ചിന്ന തിമ്മ നായിഡു കഠിനമായി പോരാടിയെങ്കിലും ഒടുവിൽ കോട്ട സുൽത്താൻ്റെ അധീനത്തിലായി എന്നാണ് ചരിത്രം. സുൽത്താൻ്റെ ഭരണകാലത്താണ് കോട്ടയ്ക്കുള്ളിൽ ഇന്ന് കാണുന്ന മനോഹരമായ ജുമ്മാ മസ്ജിദും വലിയ കൊട്ടാര അവശിഷ്ടങ്ങളും പീരങ്കി നിലയങ്ങളും നിർമ്മിക്കപ്പെട്ടത്. പിന്നീട് കാലാന്തരത്തിൽ ഈ കോട്ട മൈസൂർ ഭരണാധികാരികളായ ഹൈദരാലിയുടെയും മകൻ ടിപ്പു സുൽത്താൻ്റെയും കൈകളിൽ എത്തിച്ചേർന്നു. ഈ സമയത്തും തന്ത്രപ്രധാനമായ ഒരു സൈനിക താവളമായി ഗണ്ടിക്കോട്ട ഉപയോഗിച്ചു വന്നിരുന്നു. ഇങ്ങനെയുള്ള ഈ മനോഹരവും അതിബൃഹത്തും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ഗണ്ടിക്കോട്ടയിലേക്കുള്ള നടത്തത്തിലേക്കാണ് ഇപ്പോൾ സഹയാത്രികർക്കൊപ്പം ഞാനും. ബസ് ഇറങ്ങിയതിന് ശേഷം ഏതാണ്ട് 1/2 കിലോമീറ്ററോളം നടന്നു വേണം ഈ ഗണ്ടിക്കോട്ടയിലേക്ക് എത്താനായി. ദൂരെ നിന്ന് തന്നെ ഈ ബൃഹത്തായ ഗണ്ടിക്കോട്ട നമ്മളെ അതിശയിപ്പിക്കുന്നുണ്ട്. കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ മതിലുകളോട് കൂടിയ അതിബൃഹത്തായ ഒരു കോട്ടയാണ് ഈ ഗണ്ടിക്കോട്ട. ഇന്നും ഈ ഗണ്ടിക്കോട്ടയുടെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ നമ്മെ അതിശയ പരതന്ത്രരായി മാറ്റുന്നത്ര അതിബൃഹത്തായ ഒരു നിർമ്മിതിയാണ് ഈ ഗണ്ടിക്കോട്ട. ഇതിലൂടെ നടക്കുന്ന മനുഷ്യനെ നമ്മൾ ഈ കോട്ടയുടെ ഉയരത്തിന്
സങ്കല്പിച്ചു നോക്കുമ്പോൾ അറിയാം എത്രമാത്രം ഭീമാകാരമായ ഒരു നിർമ്മിതിയാണ് ഈ ഗണ്ടിക്കോട്ട എന്നുള്ളത്. ഈ ഗണ്ടിക്കോട്ടയിലേക്കുള്ള പാതകൾ ഒക്കെ ഇപ്പം നിർമ്മാണത്തിലിരിക്കുകയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഏറ്റെടുത്തതിന് ശേഷം ഒത്തിരിയേറെ നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതിൻ്റെ ഭാഗമായി ഗണ്ടിക്കോട്ടയിലേക്കുള്ള ഉൾവഴികളൊക്കെ ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിലൂടെയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം മനോഹരമായ ഈ പാതകളുടെ നടന്നു വേണം നാം ഈ ഗണ്ടിക്കോട്ട എന്ന മഹാ അത്ഭുതം കാണാനായി. ഇങ്ങനെ ഈ മഹാ അത്ഭുതമായ ഗണ്ടിക്കോട്ടയിലേക്ക് സഹയാത്രികർക്കൊപ്പം നടന്നു നീങ്ങുമ്പോൾ നാം ഈ ഗണ്ടിക്കോട്ടയുടെ ബ്രിട്ടീഷ് ഭരണവും ഇന്നത്തെ അവസ്ഥയുമൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1800-കളുടെ തുടക്കത്തിൽ ടിപ്പു സുൽത്താൻ്റെ പതനത്തിന് ശേഷം ഈ കോട്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് കോട്ടയുടെ സൈനിക പ്രാധാന്യം കുറയുന്നതും അത് വിസ്മൃതിയിലേക്ക് ആണ്ടുപോകുന്നതും. ഹിന്ദു ഇസ്ലാമിക വാസ്തുവിദ്യകളുടെയും സംസ്കാരങ്ങളുടെയും മനോഹരമായ ഒരു സംഗമ ഭൂമിയാണ് ഈ ഗണ്ടിക്കോട്ട. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകവും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര വിനോദ കേന്ദ്രവുമാണ് ഈ ഗണ്ടിക്കോട്ട എന്ന മഹാവിസ്മയം. ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും അതിമനോഹരവും ചരിത്ര പ്രാധാന്യമുള്ളതും വിസ്മയിപ്പിക്കുന്നതുമായ ഒരു നിർമ്മിതിയിലേക്കാണ് നാം നടന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. ബൃഹദാകാരമായ കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബൃഹത് കോട്ടയാണ് ഈ ഗണ്ടിക്കോട്ട. ആന്ധ്രാപ്രദേശിലെ തന്നെ കടപ്പ ജില്ലയിൽ പെണ്ണാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗണ്ടിക്കോട്ട പ്രകൃതിയുടെ അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ്. ഇന്ത്യയുടെ ഗ്രാൻഡ് കാനിയോൺ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ചരിത്രവും പ്രകൃതി ഭംഗിയും ഒത്തുചേരുന്ന ഒരു മനോഹര ഇടവും കൂടിയാണ്. ഇവിടെ നമുക്ക് പ്രകൃതിയുടെ മാന്ത്രികതയാണ് കാണാൻ സാധിക്കുക. ആയിരക്കണക്കിന് വർഷങ്ങളായി പെണ്ണാർ നദി കഠിനമായ ചുവന്ന പാറക്കൂട്ടങ്ങളെ കീറിമുറിച്ച് ഒഴുകിയതിൻ്റെ ഫലമാണ് ഈ മനോഹരമായ മലയിടുക്ക് ഇവിടെ രൂപപ്പെടാൻ ഇടയാക്കിയത്. ഈ മലയിടുക്കിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പ്രകൃതിയുടെ വന്യമായ ഭംഗി നമ്മെ അത്ഭുതപ്പെടുത്തും. പ്രത്യേകിച്ച് സൂര്യോദയവും സൂര്യാസ്തമയവും ഈ ചുവന്ന പാറകളിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച ഏതൊരു വ്യക്തിക്കും വിവരിക്കാൻ ആവാത്തത്ര അതിശയമാണ് അവനിൽ ഉളവാക്കുന്നത്. ഇവിടുത്തെ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ നമ്മെ അത്ഭുത പരതന്ത്രരാക്കുന്നുണ്ട്. പ്രകൃതി ഭംഗിക്ക് പുറമെ 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട പ്രശസ്തമായ ഗണ്ടിക്കോട്ടയും ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. പെണ്ണാർ നദിയുടെ തീരത്തുള്ള ഈ മലയിടുക്ക് തന്ത്രപരമായ ഒരു പ്രതിരോധ കോട്ടയായി പ്രവർത്തിച്ചു വരുന്നു. കാലപ്പഴക്കം ചെന്ന കോട്ടമതിലുകൾ, ജുമാ മസ്ജിദ്, രംഗനാഥ സ്വാമി ക്ഷേത്രം, പഴയ ധാന്യപ്പുരകൾ എന്നിവ അന്നത്തെ പ്രതാപകാലത്തിൻ്റെ കഥകൾ വിളിച്ചോതുന്നതായി ഇന്നും ഇവിടെ നിലകൊള്ളുന്നുണ്ട്. ഗണ്ടിക്കോട്ടയിലെ പാറക്കൂട്ടങ്ങളിൽ ഇരിക്കുമ്പോൾ സമയവും ലോകവും നിശ്ചലമാകുന്നത് പോലെ നമുക്ക് തോന്നിപ്പോകും. നഗരങ്ങളിലെ തിരക്കുകളിൽ നിന്നും കോലാഹലങ്ങളിൽ നിന്നും മാറി പ്രകൃതിയുടെ വിശാലതയിലേക്ക് നോക്കിയിരിക്കാൻ പറ്റിയ ഒരു മനോഹരമായ ഇടമാണ് ഈ ഗണ്ടിക്കോട്ട. ക്യാമ്പിങ്ങിനും ട്രെക്കിങ്ങിനും താല്പര്യമുള്ളവർക്ക് ഒരു മികച്ച അനുഭവമായിരിക്കും ഈ സ്ഥലം സമ്മാനിക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല. ചരിത്രവും പ്രകൃതിയും ഒരുപോലെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സഞ്ചാരിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരു മാന്ത്രിക ഭൂമിയാണ് ഈ ഗണ്ടിക്കോട്ട എന്നതിൽ രണ്ടഭിപ്രായമില്ല. ചരിത്രത്തിൻ്റെ പാറയിടുക്കുകളിലെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഗണ്ടിക്കോട്ടയിലെ മറ്റൊരു മഹാവിസ്മയമായി നമുക്ക് കാണാൻ സാധിക്കുക. പ്രകൃതിയുടെ വന്യമായ ഭംഗിക്ക് നടുവിൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിനെ അതിജീവിച്ച് നിൽക്കുന്ന ഒരു ചരിത്ര വിസ്മയമാണ് ഈ ഗണ്ടിക്കോട്ട. വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി
അവിടെ എത്തുന്ന ഏതൊരു സഞ്ചാരിയിലും ഈ കോട്ട പലവിധ ചിന്തകൾ ഉണർത്തും എന്നതിൽ ഒരു സംശയവുമില്ല. പ്രകൃതിയും മനുഷ്യനിർമ്മിതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് ഇവിടുത്തെ എടുത്തു പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണം. പെണ്ണാർ നദി നിർമ്മിച്ച വമ്പൻ ചുമന്ന പാറക്കെട്ടുകളുടെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉപയോഗിച്ചാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിയും പ്രകൃതിയുടെ ശക്തിയും എത്ര മനോഹരമായാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് എന്ന് ഈ കോട്ടമതിലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കല്യാണ ചാലൂക്യന്മാർ പണി തുടങ്ങി പെമ്മസാമി നായകർ വികസിപ്പിച്ച് പിന്നീട് ഗോൽക്കൊണ്ട സുൽത്താൻമാരുടെ കൈകളിലെത്തിയ ചരിത്രമാണ് ഈ കോട്ടയ്ക്കുള്ളത്. ഒരിക്കൽ യുദ്ധമുറവിളികളും അധികാര കൈമാറ്റങ്ങളും നടന്ന ഈ കോട്ടയിൽ ഇന്ന് കേൾക്കുന്നത് പ്രകൃതിയുടെ ശാന്തതയും കാറ്റിൻ്റെ ശബ്ദവും മാത്രമാണ്. എത്ര വലിയ സാമ്രാജ്യത്വവും കാലത്തിനു മുന്നിൽ വഴിമാറുന്ന വലിയൊരു തത്വം ഈ ശൂന്യമായ കോട്ടമതിലുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കോട്ടയ്ക്കുള്ളിലെ മാധവരായ ക്ഷേത്രവും രംഗനാഥസ്വാമി ക്ഷേത്രവും അതിനടുത്തായി തലയുയർത്തി നിൽക്കുന്ന ജുമാ മസ്ജിദും പരസ്പരം മത്സരിക്കാനല്ല, മറിച്ച് വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സഹവർത്തിത്വത്തെയാണ് നമുക്ക് പ്രതിഫലിപ്പിക്കുന്നത്. ആ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ അത് മനസ്സിൽ ഒരു പ്രത്യേക അനുഭൂതിയാണ് നിറയ്ക്കുന്നത് എന്നതിൽ രണ്ടഭിപ്രായമില്ല. തുറന്ന ചുവരുകളിൽ കൈ ചേർത്ത് നിൽക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ചും അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും നാം ചിന്തിച്ചു പോകും. ഒരു വലിയ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നിട്ടും ഇന്ന് ശാന്തമായി ഉറങ്ങുന്ന ഈ കോട്ട നമ്മോട് പറയുന്നത് ഒന്നേ ഉള്ളൂ: മാറ്റങ്ങൾ മാത്രമാണ് ശാശ്വതം. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും പ്രകൃതിയുടെ വലിപ്പത്തിനു മുമ്പിൽ നമ്മുടെ അഹംഭാവം മറന്ന് ശാന്തരാകാനും ഗണ്ടിക്കോട്ട പോലെ മറ്റൊരു ഇടമില്ല ഈ ഭൂമിയിൽ. ആന്ധ്രാപ്രദേശിലെ പെണ്ണാർ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഗണ്ടിക്കോട്ടയ്ക്ക് ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും സാംസ്കാരികമായും ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട്. കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി ഈ സ്ഥലത്തിൻ്റെ പ്രകൃതി സൗന്ദര്യവും പ്രസക്തിയും ഒത്തിരിയേറെ വർണ്ണനാതീതമാണ്. അമേരിക്കയിലെ പ്രശസ്തമായ ഗ്രാൻഡ് കാനിയന് സമാനമായ മലയിടുക്ക് ഇന്ത്യയിൽ ഇവിടെ മാത്രമാണ് ഉള്ളത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പെണ്ണാർ നദി കഠിനമായ എറാമല മലനിരകളെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് കീറിമുറിച്ചുണ്ടാക്കിയ ഈ പ്രകൃതി രൂപം ഭൂമിശാസ്ത്ര പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഏറെ പ്രസക്തവും പ്രചോദനം നൽകുന്നതുമാണ്. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഗണ്ടിക്കോട്ട അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കൊണ്ട് ശത്രുക്കൾക്ക് അത്ര പെട്ടെന്ന് കീഴടക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. ഒരു വശത്ത് ആഴമേറിയ മലയിടുക്കും മറുവശത്ത് കനത്ത പാറക്കൂട്ടങ്ങളും ഇതിന് സ്വാഭാവിക സംരക്ഷണം നൽകി. കല്യാണ ചാലൂക്യന്മാർ, പെമ്മസാനി നായക്കർ, ഗോൽക്കൊണ്ട സുൽത്താൻമാർ എന്നിവരുടെ ഭരണകാലത്ത് തെക്കേ ഇന്ത്യയിലെ ഒരു പ്രധാന തന്ത്രപരമായ കേന്ദ്രമായിരുന്നു ഈ ഗണ്ടിക്കോട്ട. കോട്ടയ്ക്കുള്ളിൽ ഒരേ സമയം തന്നെ മാധവരായ ക്ഷേത്രം, രംഗനാഥസ്വാമി ക്ഷേത്രം തുടങ്ങിയ ഹൈന്ദവ ആരാധനാലയങ്ങളും ഒപ്പം തന്നെ മനോഹരമായ ജുമാ മസ്ജിദും സ്ഥിതി ചെയ്യുന്നു. നൂറ്റാണ്ടുകളായി വിവിധ സംസ്കാരങ്ങളും മതങ്ങളും ഇവിടെ പരസ്പരം ഇടകലർന്ന് ജീവിച്ചിരുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് ഈ അവശിഷ്ടങ്ങൾ. അടുത്ത കാലം വരെ അധികം ആളുകൾ അറിയാത്ത ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫ് ബീറ്റ് ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ട്രെക്കിംഗ്, ക്യാമ്പിംഗ്, സാഹസിക വിനോദങ്ങൾ എന്നിവയ്ക്കായി ആളുകൾ എത്തുന്നത് വഴി പ്രദേശവാസികൾക്ക് മികച്ച വരുമാന മാർഗവും തൊഴിലവസരങ്ങളും ഇന്ന് ഇവിടെ നിന്നും ലഭിക്കാറുണ്ട്. പ്രകൃതിയുടെ അത്ഭുതകരമായ ഭാവവും
മനുഷ്യ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളും ഒരുപോലെ സമന്വയിപ്പിക്കുന്ന ഒരിടം എന്ന നിലയിലാണ് ഗണ്ടിക്കോട്ട ഇന്നും പ്രസക്തമായി നിലകൊള്ളുന്നത്. നമ്മുടെ പൈതൃകവും പ്രകൃതി സമ്പത്തും എങ്ങനെ സംരക്ഷിക്കപ്പെടണം എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സ്ഥലം. പ്രകൃതിദത്തമായ മലയിടുക്കിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗണ്ടിക്കോട്ട മനുഷ്യൻ്റെ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെയും തന്ത്രപരമായ ആസൂത്രണത്തിൻ്റെയും ഒരു മികച്ച ഉദാഹരണം കൂടിയാണ്. ഈ കോട്ടയുടെ നിർമ്മാണ ചരിത്രവും രീതിയും നമ്മെ ഏറെ വിസ്മയിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. ക്രിസ്തുവർഷം 1123 ബൊമ്മനപ്പള്ളി എന്ന ഗ്രാമത്തിലെ കാപ്പ രാജാവ് വംശവുമായി ബന്ധമുള്ള പ്രാദേശിക ഭരണാധികാരി ആണ് ഇവിടെ ആദ്യമായി ഒരു ചെറിയ മൺകോട്ട നിർമ്മിക്കുന്നത്. പിന്നീട് പെണ്ണാർ നദിയുടെ തീരത്തുള്ള ഈ മലയിടുക്കിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കിയാണ് അദ്ദേഹം ഈ സ്ഥലം നിർമ്മിതികൾക്കായി ഇവിടെ തിരഞ്ഞെടുക്കുന്നതും. പിന്നീട് വന്ന പെമ്മസാനി നായകർ എന്ന ഭരണാധികാരികളുടെ കാലത്താണ് ഗണ്ടിക്കോട്ട ഒരു വമ്പൻ കരിങ്കൽ കോട്ടയായി മാറിയത്. ഏകദേശം 300 വർഷത്തിലധികം ഇവർ ഈ കോട്ട ഭരിക്കുകയും ഇതിൻ്റെ നിർമ്മാണം വിപുലീകരിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. കോട്ടയുടെ നിർമ്മാണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇതിൻ്റെ സ്ഥാനമാണ്. കോട്ടയുടെ ഒരു വശത്ത് പെണ്ണാർ നദി തീർത്ത 300 അടിയിൽ അധികം ആഴമുള്ള മലയിടുക്കാണ്. അതിനാൽ ആ വശത്ത് വലിയ മതിലുകളുടെ ആവശ്യമില്ലായിരുന്നു. പ്രകൃതി തന്നെ ഇവിടെ ഒരു വലിയ കോട്ടമതിലായി പ്രവർത്തിച്ചു വരികയായിരുന്നു. പ്രദേശത്ത് ലഭ്യമായ കഠിനമായ ചുവന്ന കരിങ്കല്ലുകൾ ഉപയോഗിച്ചാണ് കോട്ടയുടെ പ്രധാന മതിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. കിലോമീറ്ററുകളോളം നീളത്തിൽ പരന്നു കിടക്കുന്ന മതിലുകൾ ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ തക്കവണ്ണം വളരെ കട്ടിയുള്ളതായിരുന്നു. കോട്ടയ്ക്ക് ഉള്ളിലേക്ക് കടക്കാൻ വശങ്ങളിലായി വലിയ പ്രവേശന കവാടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ശത്രുക്കളുടെ ആനകൾക്ക് വന്ന് ഇടിച്ചാൽ പോലും തകരാത്ത വിധം ഇരുമ്പ് ആണികൾ തറച്ച വലിയ വാതിലുകളാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത്. കൂടാതെ ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ മുകളിൽ നിരവധി കാവൽ ഗോപുരങ്ങളും ഇതിനു വേണ്ടി നിർമ്മിച്ചിരുന്നു. കോട്ടയുടെ നിർമ്മാണത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ മാത്രമല്ല സാംസ്കാരികമായ നിർമ്മിതികളും നമുക്ക് കാണാവുന്നതാണ്. വിജയനഗര വാസ്തുശൈലിയിൽ നിർമ്മിച്ച മാധവരായ ക്ഷേത്രവും രംഗനാഥസ്വാമി ക്ഷേത്രവും കോട്ടയ്ക്കുള്ളിലെ കല്ലിൽ തീർത്ത അത്ഭുതങ്ങളാണ്. ഇവയുടെ തൂണുകളിലെ കൊത്തുപണികൾ അന്നത്തെ ശില്പികളുടെ കഴിവ് വിളിച്ചോതുന്ന ഒന്നുകൂടിയാണ്. ഇതുകൂടാതെ ജുമ്മാ മസ്ജിദും ധാന്യപ്പുരയും നമ്മെ ഇന്നും വിസ്മയിപ്പിക്കുന്ന നിർമ്മിതികളായി തുടരുകയാണ്. പിന്നീട് വന്ന ഇസ്ലാമിക ഭരണാധികാരികളുടെ കാലത്ത് നിർമ്മിച്ച വലിയൊരു ജുമ്മാ മസ്ജിദും യുദ്ധകാലത്ത് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാൻ നിർമ്മിച്ച വലിയൊരു ധാന്യപ്പുരയും കോട്ടയ്ക്കുള്ളിലെ പ്രധാന നിർമ്മിതികളാണ്. ഇങ്ങനെ ഈ കോട്ടയ്ക്കുള്ളിലെ പ്രധാന നിർമ്മിതികളും അവയ്ക്ക് ഉപയോഗിച്ച ബുദ്ധി ശക്തിയും ഒക്കെ കണ്ടുകൊണ്ടും അതിനെ ഒക്കെ അടുത്തനുഭവിച്ചുകൊണ്ടും കോട്ടയ്ക്കുള്ളിലെ നമ്മുടെ യാത്ര നാം തുടരുകയാണ്.